ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ചിക്കൻ ലിവറാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ചിക്കൻ ലിവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി ചീഞ്ചട്ടിയിൽ എണ്ണ വെച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജീരകമാണ് ഇപ്പോൾ ഇടുന്നത് കേട്ടോ, ജീരകം. അപ്പോൾ തീ നന്നായി കത്തുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വയ്ക്കാൻ ഗ്യാസ് ആണെങ്കിൽ പറ്റുമായിരുന്നു. ഗ്യാസിൻ്റെ അഭാവം മൂലമാണ് നമ്മൾ അടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഗായ്സ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ കുറച്ച് വയ്ക്കാമായിരുന്നു. ഇത് നന്നായി തീ കത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാണ്ട് തന്നെ പെട്ടെന്ന് അതിലോട്ട് ഇടുവാണ്. ഏട്ടനാണ് കുക്ക് ചെയ്യുന്നത്. ഏട്ടന് വീഡിയോ എടുക്കുന്നതിൽ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നും അല്ലെങ്കിലും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഏട്ടൻ കുക്ക് ചെയ്യുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അടുപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് ഇച്ചിരി ഒന്ന് ചൂടായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ സവോള തട്ടി കൊടുക്കുക. സവോള തട്ടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഉണ്ട് കേട്ടോ ഇടാനായിട്ട്. ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം അത് ഓപ്ഷണലാണ്, അത് വേണ്ടവർക്ക് ഇടാം, വേണ്ടാത്തവർക്ക് ഇടാം. അല്ലാണ്ട് വെച്ചാലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ്റെ ലിവർ കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ലിവർ നേരത്തെ തന്നെ കഴുകി പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി ഉപ്പൊക്കെ തിരുമ്മി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചെറിയ ലെങ്ത്ത് കുറച്ചൊരു വീഡിയോ ആയതുകൊണ്ടാണ്, ചെറിയ ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് അതൊന്നും കാണിച്ച് സമയം കളയാത്തത്. പെട്ടെന്ന് തന്നെ കുക്കിംഗ് മാത്രം കാണിക്കുന്നത്. അപ്പോൾ പുറത്ത് വയ്ക്കുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് ഞങ്ങൾ കുക്ക് ചെയ്യാണ്. ക്യാപ്സിക്കം തട്ടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടു. ഒക്കെ ഇളക്കി ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന്, എല്ലാം ഒരു കൈയളവിലാണ് കേട്ടോ ഇടുന്നത് കേട്ടോ. എത്ര അളവ് എന്ന് പറയുന്നില്ല, അതുകൊണ്ട് ഒരു കൈയളവ് ഇടുക. നമ്മൾ എടുത്തിരിക്കുന്ന ലിവർ എത്രയാണോ, ചിക്കൻ എത്രയാണോ അതിനനുസരിച്ച് ഇടുക. മുളക് പൊടി തട്ടി അപ്പോൾ ഗരം മസാല ഇട്ടിരിക്കുകയാണ്. ഗരം മസാല ഇട്ടു. ഗരം മസാലേൻ്റെ പെട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിക്കാത്ത കൊണ്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഗരം മസാല ഇട്ടു. ഗരം മസാല ഇനിയിപ്പോൾ അതെന്താ ഇട്ടെന്ന് അറിയാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഗരം മസാല ഇട്ടു. അതുപോലെ തന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കുരുമുളക് പൊടി ഇട്ടു. കുരുമുളക് പൊടി ഇട്ടു. ഗരം മസാലയും കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലിവർ തട്ടി നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ്. തുറന്ന് ഒന്നുകൂടെ ഇളക്കുകയാണ് കേട്ടോ. ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കുക, അടപ്പിടിക്കാൻ പാടില്ലല്ലോ. അതിനിടയ്ക്ക് വീണ്ടും മൂടി തുറന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കേട്ടോ, കുറച്ച് ഗ്രേവി പോലെ കിട്ടാൻ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി. കുറച്ച് കറിവേപ്പില മേലെ കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇറക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ കറി റെഡിയായി കേട്ടോ ഗൈസ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.